ടോക്സിക് ബന്ധങ്ങളെ തിരിച്ചറിയാൻ 10 വഴികൾ. വ്യാജ സുഹൃത്തുക്കളെ ഒഴിവാക്കാം. സ്നേഹം നടിച്ച് നിങ്ങളെ ചൂഷണം ചെയ്യുന്നവരെ എങ്ങനെ നേരിടാം? ഒരു ബന്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരാൾ നിങ്ങൾക്ക് അമിതമായ സ്നേഹവും ശ്രദ്ധയും സർപ്രൈസ് ഗിഫ്റ്റുകളും തന്ന് നിങ്ങളെ അത്ഭുതപ്പെടുത്താറുണ്ടോ? ഒറ്റനോട്ടത്തിൽ ഇത് വളരെ മനോഹരമാണെന്ന് തോന്നിയേക്കാം. എന്നാൽ സൂക്ഷിക്കുക, ഇതൊരു കെണിയാകാൻ സാധ്യതയുണ്ട്. സൈക്കോളജിയിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ലവ് ബോംബിംഗ്. നിങ്ങളിൽ ഒരുതരം ആശ്രയത്വം ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ നിങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കുകയുമാണ് ഈ ലവ് ബോംബിംഗിന്റെ പ്രധാന ലക്ഷ്യം. ആരോഗ്യമുള്ള ബന്ധങ്ങൾ എപ്പോഴും പരസ്പരമുള്ള ധാരണയിലൂടെ ഒരു സ്വാഭാവികമായ വേഗതയിലാണ് വളരുന്നത്, അല്ലാതെ പെട്ടെന്നുള്ള അമിതാവേശത്തിലല്ല. ലവ് ബോംബിംഗ് എന്നത് വ്യക്തിബന്ധങ്ങളിലെ ഒരു റെഡ് ഫ്ലാഗ് ആണെങ്കിൽ, നമ്മുടെ കൂടെ നടക്കുന്ന ചില ടോക്സിക് സുഹൃത്തുക്കളെ തിരിച്ചറിയാനും ചില വഴികളുണ്ട്. ആ 10 ലക്ഷണങ്ങൾ ഇതാ. 1. അതിരുകൾ മാനിക്കാതിരിക്കുക. നിങ്ങളുടെ സമയത്തിനോ വ്യക്തിപരമായ അതിരുകൾക്കോ യാതൊരു വിലയും നൽകാതെ അത് നിരന്തരം അവർ ലംഘിച്ചുകൊണ്ടിരിക്കും. 2. നിരന്തരമായ നെഗറ്റിവിറ്റി. ഇവർക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നതിന് പകരം നിങ്ങളുടെ ഊർജം നഷ്ടപ്പെട്ടതുപോലെ തോന്നും. 3. തുടർച്ചയായ വിമർശനം. തെറ്റുകൾ തിരുത്തുകയല്ല, മറിച്ച് എപ്പോഴും നിങ്ങളെ അനാവശ്യമായി കുറ്റപ്പെടുത്തി നിങ്ങളുടെ ആത്മവിശ്വാസം ഇവർ തകർക്കും. 4. പന്തുണയില്ലായ്മ. നിങ്ങൾക്കൊരു വിജയം നേടുമ്പോൾ അതിൽ സന്തോഷിക്കുന്നതിന് പകരം അവർ അസൂയയോ ദേഷ്യമോ കാണിക്കും. 5. സഹാനുഭൂതിയില്ലായ്മ. നിങ്ങളുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ അവയെ നിസ്സാരവൽക്കരിക്കാൻ ഇവർ ശ്രമിക്കും. 6. ഏകപക്ഷീയമായ ശ്രമങ്ങൾ. സൗഹൃദം നിലനിർത്താൻ എപ്പോഴും നിങ്ങളായിരിക്കും ശ്രമിക്കുന്നത്, അവരുടെ ഭാഗത്തുനിന്നും യാതൊരു ശ്രമവുമുണ്ടാവില്ല. 7. മാനിപ്പുലേഷൻ. തങ്ങളുടെ ആവശ്യങ്ങൾ നേടാനായി നിങ്ങളിൽ അനാവശ്യമായി കുറ്റബോധം തോന്നിപ്പിക്കുകയോ വൈകാരികമായി ബ്ലാക്ക്മെയിൽ ചെയ്യുകയോ ചെയ്യും. 8. നിരന്തരമായ തർക്കങ്ങൾ. വെറും നിസ്സാര കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കുകയും തർക്കങ്ങളിൽ ജയിക്കാൻ വേണ്ടി നിങ്ങളിൽ തന്നെ തെറ്റുണ്ടെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുകയും ചെയ്യും. 9. വാക്ക് പാലിക്കാതിരിക്കുക. നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നതിലൂടെ ഇവർ നിങ്ങളെ നിരന്തരം നിരാശപ്പെടുത്തും. 10. പരദൂഷണവും വഞ്ചനയും. മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങളുടെടുത്ത് സ്ഥിരമായി പരദൂഷണം പറയുന്നവർ നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് അതുപോലെ സംസാരിക്കും എന്നുറപ്പാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ടോക്സിക്കായ ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലോ ജോലിസ്ഥലത്തോ ആണെങ്കിലോ, പൂർണ്ണമായും അവരെ ഒഴിവാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, അവിടെയാണ് നിങ്ങൾ ഗ്രേ റോക്ക് മെത്തേഡ് പ്രയോഗിക്കേണ്ടത്. വഴിയിൽ കിടക്കുന്ന ഒരു ചാരനിറത്തിലുള്ള ഒരു കല്ലുപോലെ യാതൊരുവിധ വൈകാരിക പ്രതികരണങ്ങളും ഇല്ലാത്തവരായി മാറുക എന്നതാണ് ഈ തന്ത്രം. ടോക്സിക്കായ ആളുകൾക്ക് എപ്പോഴും മറ്റുള്ളവരുടെ ദേഷ്യത്തിൽ നിന്നും നാടകീയതയിൽ നിന്നുമാണ് ഊർജം ലഭിക്കുന്നത്. നിങ്ങളൊരു കല്ലുപോലെ പ്രതികരിക്കാതിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള താൽപ്പര്യം നഷ്ടപ്പെടുകയും അവർ നിങ്ങളെ വെറുതെ വിട്ട് മറ്റാരെയെങ്കിലും തേടിപ്പോവുകയും ചെയ്യും. ഇതെങ്ങനെ പ്രായോഗികമാക്കാം? ഇത്തരം ആളുകളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും അതെ, ശരി, എന്നിങ്ങനെ വളരെ ചെറിയ ഉത്തരങ്ങൾ മാത്രം നൽകുക. അവർ നിങ്ങളെ ദേഷ്യപ്പെടുത്താൻ ശ്രമിച്ചാലും നിങ്ങളുടെ വികാരങ്ങൾ പുറത്തു കാണിക്കരുത്. വ്യക്തിപരമായ ഒരു കാര്യവും അവരുമായി പങ്കുവയ്ക്കരുത്. നിങ്ങളുടെ ചുറ്റും ഇത്തരം ആളുകളുണ്ടെങ്കിൽ ഇന്നുമുതൽ തന്നെ ഈ തന്ത്രം പ്രയോഗിച്ചു തുടങ്ങുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.